Hello students, ഈ വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് നോക്കാം, പോളിമോർഫിസം. സോ ആക്ച്വലി ഇൻഹെറിറ്റൻസും പോളിമോർഫിസും ആണ് സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. സോ ഇൻഹെറിറ്റൻസ് നമ്മൾ എന്താണെന്ന് ലാസ്റ്റ് വീഡിയോയിൽ കണ്ടു. ഇനി അതിൻ്റെ അകത്ത് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ഒക്കെ നോക്കാനുണ്ട്. അത് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പോളിമോർഫിസം, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിമോർഫിസം. Simply polymorphism. What is polymorphism? Polymorphism is one of the core concepts in object-oriented programming that allows objects to behave differently based on their specific class type. Specific class type in the basis objects differently behave ചെയ്യും. അതിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു സ്റ്റുഡൻറ്റ് ഇൻ എ കോളേജ് എന്താണ് സ്റ്റുഡൻ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ബട്ട് ഹി ഹിസ് എ സൺ ഇൻ ഹസ് ഹോമിൽ കുട്ടി എന്താണ് സണ്ണാണ്, പക്ഷെ കോളേജിൽ എന്താണ് സ്റ്റുഡൻ്റ് ആണ്. സോ പോളിമോർഫിസം മീൻസ് ഒരാൾ തന്നെ ഡിഫറെൻറ്റ് ബിഹേവ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടീനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ നമ്മുടെ ഈ ജാവയിൽ പറയുന്നത് ഒബ്ജക്ട്സ് എന്ത് ചെയ്യും, ഒബ്ജക്ട്സ് ബിഹേവ് ഡിഫറെൻ്റ്ലി ബേസ്ഡ് ഓൺ ദ ക്ലാസ് ടൈപ്പ് ഏതാണ് അതനുസരിച്ച് ഒബ്ജക്ട്സ് എന്ത് ചെയ്യും, ദേ ബിഹേവ് ഡിഫറെൻ്റ്. അപ്പോൾ പോളിമോർഫിസം മെയിൻലി പോളി മീൻസ് വാട്ട്, മെനി, മോർഫ് മീൻസ് വാട്ട്, ഫോംസ്, മെനി ഫോംസ്, അതാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ടേക്സ് മെനി ഫോം. സോ ഇറ്റ് അലോസ് ദ സെയിം മെത്തേഡ്. Java polymorphism allows the same method or object to behave differently based on the context, specifically on the project's actual runtime class. അതായത് ഇവിടെ സെയിം മെത്തേഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വെച്ചിട്ട് they behave differently based on the different context. ജസ്റ്റ് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഒരു എക്സാമ്പിളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ പോളിമോർഫിസത്തിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ബിഹേവിയേഴ്സ് തന്നെയാണ്. കാരണം സെയിം മെത്തേഡ് പല രീതിയിൽ ബിഹേവ് ചെയ്യും ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഒബ്ജക്റ്റ് ദാറ്റ് കോൾസ് ദാറ്റ് പെർട്ടിക്കുലർ മെത്തേഡ്. നെക്സ്റ്റ് ഈസ് ഓവർ റൈഡിങ് മീൻസ് ഒരു ചൈൽഡ് ക്ലാസ്സിനെ എനിക്ക് പാരൻറ്റ് ക്ലാസ്സിൻ്റെ അകത്ത് റീഡിഫൈൻ ചെയ്യാൻ പറ്റും. അതാണ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് മെത്തേഡ് ഓവർലോഡിങ്. ഡിഫറെൻറ്റ് മെത്തേഡ്സിനെ എനിക്ക് ഡിഫൈൻ ചെയ്യും വിത്ത് ദ സെയിം നെയിം വെച്ചിട്ട് ബട്ട് ഡിഫറെൻറ്റ് പാരാമീറ്റർ. ഓക്കെ, ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മളിനി നോക്കും. സോ നമ്മൾ നേരത്തെ കണ്ട ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ടൈപ്പ് ഓഫ് പോളിമോർഫിസം എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിമോർഫിസം ഇൻ ജാവ? ഇറ്റ്സ് മെയിൻലി ഡിവൈഡഡ് ഇൻ 2 types: compile time polymorphism or static, then runtime polymorphism or dynamic. So compile time polymorphismത്തിൻ്റെ എക്സാമ്പിളാണ് മെത്തേഡ് ഓവർലോഡിങ്. റൺ ടൈമിൻ്റെ എക്സാമ്പിളാണ് മെത്തേഡ് ഓവർറൈഡിങ്. രണ്ടാണ്. കമ്പൈൽ ടൈം ആണ് മെത്തേഡ് ഓവർലോഡിങ്, റൺ ടൈം ആണ് മെത്തേഡ് ഓവർറൈഡിങ്. So these are the 2 types of polymorphism: runtime polymorphism and compile time polymorphism, or method overloading or method overriding. So നമുക്ക് മെത്തേഡ് ഓവർലോഡിങ് എന്താണെന്ന് നോക്കാം. മെത്തേഡ് ഓവർലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെയിം മെത്തേഡിനെ കൊണ്ട് കുറേ വർക്ക് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ സെയിം മെത്തേഡ് 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യണം, സെയിം മെത്തേഡ്സ് 3 നമ്പേഴ്സിനും ആഡ് ചെയ്യണം. അപ്പോൾ അവിടെ എന്താണ്, മെത്തേഡ് നെയിം സെയിം ആയിരിക്കും ബട്ട് വിത്ത് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്. സോ മെത്തേഡ് ഓവർലോഡിങ് മീൻസ് ദർ ആർ മൾട്ടിപ്പിൾ ഫങ്ഷൻസ് വിത്ത് ദ സെയിം നെയിം ബട്ട് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ ദോസ് ഫങ്ഷൻസ് ആർ സെറ്റ് ടു ബി ഓവർലോഡഡ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ഫങ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സിന് ഓവർലോഡ് ചെയ്യാൻ പറ്റുന്നത്? ചേഞ്ചിങ് ദ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ചേഞ്ച് ചെയ്യാം, നമ്പർ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ടൈപ്പ് ചേഞ്ച് ചെയ്യാം. നമ്പർ മീൻസ് ഒരു മെത്തേഡിൻ്റെ അകത്ത് 2 ആർഗ്യുമെൻ്റ് കൊടുക്കുകയാണെങ്കിൽ മറ്റു മെത്തേഡിൻ്റെ അകത്ത് 3 ആർഗ്യുമെൻ്റ് കൊടുക്കുക. അല്ലെങ്കിൽ ടൈപ്പ് ചേഞ്ച് ചെയ്യുക, ഒരു മെത്തേഡിൻ്റെ അകത്ത് ഇൻഡിജർ പാരാമീറ്ററാണ് കൊടുക്കുന്നതെങ്കിൽ അടുത്ത മെത്തേഡിൻ്റെ അകത്ത് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് പാരാമീറ്റർ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഫങ്ഷൻസിനെ ഓവർലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ
അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഇതൊരു എക്സാമ്പിളാണേ. ഇവിടെ നിങ്ങൾക്ക് ഒരു മെത്തേഡ് കാണാം അല്ലേ, മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഇവിടെ കാണാം. ഈ ഒരു ക്ലാസ് ഓവർലോഡിംഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്ത് 2 മെത്തേഡ് ഉണ്ട്. 2 മെത്തേഡിൻ്റെ പേരും എന്താണ്? മൾട്ടിപ്ലൈ. അപ്പോൾ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞൊരു സിംഗിൾ മെത്തേഡിന് ഓവർലോഡ് കൊടുത്തിരിക്കുക. കാരണം അയാളത്ത് പറഞ്ഞു അതിൻ്റെ അകത്ത് 2 പാരാമീറ്റർ കൊടുത്തിട്ട് അവരുടെ പ്രോഡക്റ്റ് കാണാൻ പറഞ്ഞു. എന്നാൽ അടുത്ത മെത്തേഡിൻ്റെ അകത്ത് അയാളുടെ അടുത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു, 3 പാരാമീറ്റർ കൊടുത്തിട്ട് 3 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കാണാൻ. സോ എന്താണ്? ദിസ് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ഈസ് സെറ്റ് ടു ബി ഓവർലോഡഡ്. കാരണം അതെന്താണ്? നീഡ്സ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഡക്റ്റ് ഓഫ് 2 numbers ആസ് വെൽ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 3 numbers. ദിസ് ഇസ് വാട്ട് ഈസ് മെത്തേഡ് ഓവർലോഡിങ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ മെത്തേഡ് ഈസ് ഓവർലോഡഡ്. ബിക്കോസ് he needs to find both the product of 2 numbers as well as the product of 3 numbers. അതുകൊണ്ട് അതിനാണ് മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ കാരണം ഇത് ഒരു ടൈപ്പ് ഓഫ് പോളിമോർഫിസം ആണ്. കാരണം ഇവിടെ മെത്തേഡ് ബിഹേവ് ചെയ്യുന്നത് ഡിഫറെൻ്റ്ലി ആണ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്. ഇവിടെ മെത്തേഡ് എങ്ങനെ ബിഹേവ് ചെയ്യും? 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കും. ഇവിടെ മെത്തേഡ് എങ്ങനെ ബിഹേവ് ചെയ്യും? 3 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കും. അതാണ് പറഞ്ഞത് ദ മെത്തേഡ് ബിഹേവ്സ് ഡിഫറെൻ്റ്ലി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്. ഇവിടെ ടൈപ്പ് സെയിം ആണ്, പക്ഷേ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഡിഫറെൻ്റ് ആണ്. ഇനി എന്താണ്? കമ്പൈലർ എന്ത് ചെയ്യും? നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് നോക്കിയിട്ട് കറക്റ്റ് വേർഷൻ ഓഫ് മൾട്ടിപ്ലൈ നോക്കും അല്ലേ, ചൂസ് ചെയ്യും. കറക്റ്റ് വേർഷൻ ഓഫ് മൾട്ടിപ്ലൈനെ ചൂസ് ചെയ്യും. അത് നടക്കുന്നത് അറ്റ് കമ്പൈൽ ടൈം ആണ്. സോ നമുക്ക് പറയാം മെത്തേഡ് ഓവർലോഡിങ് ഇസ് എ ടൈപ്പ് ഓഫ് കമ്പൈൽ ടൈം പോളിമോർഫിസം. കാരണം കമ്പൈലർ ലുക്സ് അറ്റ് ദ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് നോക്കും, എന്നിട്ട് ഏത് മൾട്ടിപ്ലൈയുടെ വേർഷൻ ആണെന്നുള്ളത് ചൂസ് ചെയ്യും. ഈ ഡിസിഷൻ നടക്കുന്നത് കമ്പൈൽ ടൈമിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ പോളിമോർഫിസം എന്ന് പറയാൻ കാരണം? കാരണം കമ്പൈൽ ടൈമിലാണ് ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ പോളിമോർഫിസം എന്ന് പറയുന്നത്? കാരണം നമുക്ക് ഒരു മെത്തേഡ് നെയിമേ യൂസ് ചെയ്യുന്നുള്ളൂ, അത് മൾട്ടിപ്പിൾ ഫോംസിൽ ബിഹേവ് ചെയ്യുന്നു ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻപുട്ട്. അതുപോലെ ഈ മെത്തേഡ് റിസോൾവ് ചെയ്യുന്നത് കമ്പൈൽ ടൈമിലാണ്, അല്ല റൺ ടൈമിലല്ല. അതുകൊണ്ട് അതിൻ്റെ കമ്പൈൽ ടൈം എന്ന് പറയുന്നത് പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ഇവിടെ മെത്തേഡ് ദാറ്റ് ബിഹേവ്സ് ഡിഫറെൻ്റ്ലി ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ഓക്കെ, ഇതിനെയാണ് മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ വരുമായിരിക്കും? ഇപ്പോൾ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ആ ഒബ്ജക്റ്റ് ഡോട്ട് മൾട്ടിപ്ലൈ 2,4. ഇവിടെ 2,4 എന്ന് പറയുമ്പോൾ നേരെ എവിടെ വരും? നമ്പർ ഓഫ് എന്ത് ചെയ്യും? കമ്പൈലർ വിൽ ചെക്ക് ദ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് അല്ലേ. ആർഗ്യുമെൻറ്റ്സ് നോക്കുമ്പോൾ ഇവിടെ 2,4 ആണ്. നേരെ എവിടെ വരും? ആദ്യം obj ഡോട്ട് മൾട്ടിപ്ലൈ. സോ obj ആരുടെ ക്ലാസ് ആണെന്ന് ആരുടെ ഒബ്ജക്റ്റ് ആണെന്ന് നോക്കും. യെസ്, ഓവർലോഡിങ്ങിൻ്റെ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ നേരെ ഓവർലോഡിങ് എന്ന് പറഞ്ഞ ഈ ക്ലാസ്സിൻ്റെ അകത്ത് വരും. ഈ ക്ലാസ്സിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും ഇനി എന്താ ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? മൾട്ടിപ്ലൈ നോക്കുമ്പോഴത്തേക്കും 2 മൾട്ടിപ്ലൈ മെത്തേഡ് കിടക്കുന്നു. ഇനി എന്ത് ചെക്ക് ചെയ്യും? വിൽ ചെക്ക് ദ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ് നോക്കുമ്പോൾ 2ഉം 4ഉം. സോ ഫസ്റ്റ് മൾട്ടിപ്ലൈ മെത്തേഡ് വിൽ ബി ടേക്കൺ. കാരണം എന്താണ്? 2 will be assigned to A and 4 will be assigned to B. സോ 2 × 4 8. സോ അതാണ് ഇവിടെ 8 എന്ന ഔട്ട്പുട്ട് കിട്ടിയത്. അടുത്ത എന്താണ്? obj ഡോട്ട് മൾട്ടിപ്ലൈ 3, 4, 6. അപ്പം നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് 3 ആണ്. അപ്പോൾ ഫസ്റ്റ് ആദ്യം ഇതും ചെക്ക് ചെയ്യും. ഇവിടെ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് 2 ആണ്, അപ്പോൾ ഇത് എടുക്കില്ല. നേരെ ഇയാൾ എവിടെ പോവും? യെസ്, ഡെഫിനറ്റ്ലി സെക്കൻഡ് മൾട്ടിപ്ലൈ മെത്തേഡിൽ പോവും. എന്നിട്ട് 3 will be assigned to A, 4 will be assigned to B and 6 will be assigned to 6. സോ 3നെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എത്ര കിട്ടും? 72 എന്ന് കിട്ടും. സോ ഇതിനെയാണ് മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഓവർ റൈഡിങ്. എന്താണ് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്? ഓവർ റൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് എതിർത്തിട്ട് വേറെ ഒന്നിനെ ആക്സസ് ചെയ്യുക. മീൻസ് ഒന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതെ അതിനെ എന്ത് ചെയ്യുക? എതിർത്തിട്ട് വേറെ ഒന്നിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതാണ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സബ് ക്ലാസ്സിന് ഇറ്റ് പ്രൊവൈഡ്സ് എ സ്പെസിഫിക് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മെത്തേഡ് ദാറ്റ് ഇസ് ഓൾറെഡി ഡിഫൈൻഡ് ഇൻ എ സൂപ്പർ ക്ലാസ്.
അതായത് സബ് ക്ലാസ്സിലും സൂപ്പർ ക്ലാസ്സിലും. ഇത്ര ഓർക്കുക, മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഹെറിറ്റൻസ് ആയിട്ട് റിലേറ്റഡ് ആണ്. കാരണം ഒരു സബ് ക്ലാസ്സും സൂപ്പർ ക്ലാസ്സും വരുമ്പോൾ മാത്രമാണ് ഈ മെത്തേഡ് ഓവർ റൈഡിങ് വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സബ് ക്ലാസ്സിൻ്റെ അകത്തും സൂപ്പർ ക്ലാസ്, അതായത് ചൈൽഡ് ക്ലാസ്സിൻ്റെ അകത്തും പാരൻറ്റ് ക്ലാസ്സിൻ്റെ അകത്തും സെയിം മെത്തേഡ് വന്നു കഴിഞ്ഞാൽ ആരെ ഇൻവോക്ക് ചെയ്യും? അതാണ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. സോ when a subclass provides a specific implementation of method that is already defined in a superclass ആണെങ്കിൽ that type of ഇതിനെയാണ് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. സോ ആ സബ് ക്ലാസ്സിൻ്റെ അകത്തുള്ള മെത്തേഡിന് സെയിം നെയിം ആയിരിക്കും, റിട്ടേൺ ടൈപ്പ്, പാരാമീറ്റേഴ്സ് ഇതെല്ലാം സെയിം ആയിരിക്കും. മെത്തേഡ് ഓവർലോഡിങ്ങിൽ എന്താണ്, മെത്തേഡ് നെയിം മാത്രമേ സെയിം ഉള്ളൂ, പാരാമീറ്റേഴ്സും ഡിഫറെൻ്റ് ആണ്. പക്ഷേ മെത്തേഡ് ഓവർ റൈഡിങ്ങിൽ വരുമ്പോഴത്തേക്കും മെത്തേഡ് നെയിം സെയിം ആണ്, റിട്ടേൺ ടൈപ്പ് സെയിം ആണ്, നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് സെയിം ആണ്. ഓക്കെ, സോ അങ്ങനെ കേസ് വരുമ്പോൾ അതിനെ നമ്മൾ മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. ഇറ്റ് അലോസ് എ സബ് ക്ലാസ് ടു മോഡിഫൈ ഓർ എക്സ്റ്റെൻഡ് ദ ബിഹേവിയർ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് മെത്തേഡ് ഇൻ ദ പാരന്റ് ക്ലാസ്. പാരന്റ് ക്ലാസ്സിൽ എക്സിസ്റ്റിംഗ് മെത്തേഡ് എങ്ങനെയാണ്, അത് പിന്നെ എവിടെ ഓവർ റൈഡ് ചെയ്യും? സബ് ക്ലാസ് ആയിട്ട് ഓവർ റൈഡ് ചെയ്യും. അതായത് സിംപ്ലി ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഞാൻ ആദ്യമേ പറഞ്ഞു മെത്തേഡ് ഓവർ റൈഡിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഇൻഹെറിറ്റൻസ്. അപ്പം ഇൻഹെറിറ്റൻസ് ആകുമ്പോഴത്തേക്കും ഒരു ചൈൽഡ് ക്ലാസ്സും കാണും, ഒരു പാരൻറ്റ് ക്ലാസ്സും കാണും അല്ലേ. ഇവിടെ നോക്കിക്കേ, ആനിമൽ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്, ഡോഗ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. സോ ഡോഗ് എക്സ്റ്റെൻസ് ആനിമൽ. സോ ഇവിടെ ആരാണ് പാരൻറ്റ് ക്ലാസ്, ആരാണ് ചൈൽഡ് ക്ലാസ്? യെസ്, ഡെഫിനറ്റ്ലി ഡോഗ് എന്ന് പറഞ്ഞ ചൈൽഡ് ക്ലാസ് ഇറ്റ് ഇൻഹെറിറ്റ്സ് എ പ്രോപ്പർട്ടീസ് ഓഫ് ദ ആനിമൽ ക്ലാസ്. അപ്പോൾ ആനിമൽ എന്ന് പറഞ്ഞാലും പാരൻറ്റ്, ഡോഗ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് ക്ലാസ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ആനിമലിൻ്റെ അകത്ത് ഒരു മെത്തേഡ് ഉണ്ട്, അതിൻ്റെ പേരാണ് സൗണ്ട്. അതേപോലെ ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്തൊരു മെത്തേഡാണ്, അതിൻ്റെ പേരാണ് സൗണ്ട്. ഇതിനെയാണ് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. കാരണം ഹാവിങ് ദ സെയിം മെത്തേഡ് ഇൻ ബോത്ത് പാരൻറ്റ് ആൻഡ് ചൈൽഡ് ക്ലാസ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒബ്ജക്റ്റ് നമ്മൾ നോർമലി പാരൻറ്റ് ക്ലാസ്സും ചൈൽഡ് ക്ലാസ്സും ഉണ്ടെങ്കിൽ ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് നമ്മൾ നോർമലി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡോട്ട് സൗണ്ട് എന്ന് വിളിക്കുമ്പോൾ നോർമലി ഈ ആനിമലിൻ്റെ അകത്തുള്ള ഇത് പ്രിൻ്റ് ചെയ്യോ അല്ല ഡോഗിൻ്റെ അകത്തുള്ള ഇത് പ്രിൻ്റ് ചെയ്യോ എന്നാണ് നമ്മുടെ ഡൗട്ട്. അതാണ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. നോർമലി ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ആനിമലിലാണ് ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആനിമലിലാണ് നമ്മൾ നോർമലി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആക്ച്വൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഏതിലാണ്? യെസ്, നമ്മൾ ആക്ച്വൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് യെസ് ഡെഫിനറ്റ്ലി നമ്മുടെ ചൈൽഡ് ക്ലാസ്സിൻ്റെ ആയിരിക്കും. പക്ഷെ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് ആനിമൽ എ ഈസ് ഈക്വൽ ന്യൂ ഡോഗ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എ ഈസ് നോർമലി ഡിക്ലെയർഡ് ആസ് ആനിമൽ ആണെങ്കിൽ കൂടെ ഇത് ഒരു ഡോഗിൻ്റെ ഒബ്ജക്റ്റിനെയാണ് റെഫർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും റൺ ടൈമിലാണ് ജാവ എന്തെയും ആക്ച്വൽ ഒബ്ജക്റ്റിനെ നോക്കത്തുള്ളൂ. മനസ്സിലായി? ആക്ച്വൽ ഒബ്ജക്റ്റ് ആരാ? ഡോഗ്. ആക്ച്വൽ ഒബ്ജക്റ്റിനെ നോക്കത്തുള്ളൂ. സോ അതിൻ്റെ അകത്തുള്ള ഡോഗ് ബാക്സ് അതായിരിക്കും പ്രിൻ്റ് ചെയ്ത് വരുന്നത്, അല്ലാതെ ആനിമൽ മേക്സ് എ സൗണ്ട് അല്ല. ഇവിടെ ആനിമൽ ഒബ്ജക്റ്റാണ് ഇവൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ എ ഡോട്ട് സൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും എ ഈസ് എൻ ഒബ്ജക്റ്റ് ഓഫ് ഇവിടെ ആനിമലാണ്. സോ നേരെ ആനിമൽ ക്ലാസ്സിൽ പോവും. അപ്പം അതിൻ്റെ സൗണ്ടിനെ വിളിച്ച് കഴിഞ്ഞാൽ നോർമലി ആനിമൽ മേക്സ് എ സൗണ്ടാണ് വരേണ്ടത്. ബട്ട് ഇവിടെ എന്താണ്, ആക്ച്വൽ ഒബ്ജക്റ്റേ എടുക്കത്തുള്ളൂ. ഇതിനാണ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. കാരണം റൺ ടൈമിൽ എന്തേ ചെയ്യത്തുള്ളൂ, കമ്പൈൽ ടൈമിൽ എന്തേ ചെയ്യത്തുള്ളൂ, ആനിമലിൻ്റെ മെത്തേഡായ സൗണ്ടിനെ ചെക്ക് ചെയ്യത്തുള്ളൂ. പക്ഷെ റൺ ചെയ്യുന്ന ടൈമിൽ ജാവ നോക്കുന്നത് ആക്ച്വൽ ഒബ്ജക്റ്റിനെയാണ്. ഇവിടെ ആക്ച്വൽ ഒബ്ജക്റ്റ് ഏതാണ്? ഡോഗാണ്. അപ്പം ഡോഗിൻ്റെ അകത്തുള്ള മെത്തേഡിനെയാണ് ഇൻവോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താ ചെയ്യുന്നത്, ഡോഗിൻ്റെ അകത്തുള്ള മെത്തേഡ് ഓവർ റൈഡ് ചെയ്യുന്നു.
അതായത് സബ് ക്ലാസ്സിലുള്ള മെത്തേഡ് പാരൻറ് ക്ലാസ്സിനെ ഓവർറൈഡ് ചെയ്യുന്നു, എതിർക്കുന്നു. നോർമലി ഞാൻ പ്രിൻ്റ് ചെയ്ത് വരേണ്ട പാരൻറ് ക്ലാസ് ആയിരുന്നു, പക്ഷെ അത് ഓവർറൈഡ് ചെയ്തിട്ട് ചൈൽഡ് ക്ലാസ്സിൻ്റെ മെത്തേഡിനെയാണ് ഇവിടെ ഇൻവോക്ക് ചെയ്തത്. ദിസ് ഈസ് വാട്ട് ഇസ് നോൺ ആസ് മെത്തേഡ് ഓവർ റൈഡിങ്. ഓക്കെ, നമുക്ക് ആക്ച്വൽ ഒബ്ജക്റ്റായ ഡോഗിൻ്റെ വേർഷനാണ് ഇവിടെ എടുക്കുന്നത്. ഇതിനെ നമ്മൾ ഡൈനമിക് മെത്തേഡ് ഡിസ്പാച്ച് എന്നും പറയും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡ് നമ്മൾ ഓവർറൈഡ് ചെയ്യുമ്പം ജാവ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും അണ്ടിൽ റൺ ടൈം. കാരണം ഏത് വേർഷനാണ് കോൾ ചെയ്യേണ്ടതെന്നുള്ളത് മീൻസ് ഓവർറൈഡ് ചെയ്യാണ്. അപ്പം ഡോഗിൻ്റെ വേർഷനാണോ ആനിമൽ വേർഷനാണോ എന്നുള്ളത് ആ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ജാവ വിൽ വെയിറ്റ് ബേസ്ഡ് ഓൺ ആക്ച്വൽ ഒബ്ജക്റ്റ്. ഇതിനാണ് ഡൈനമിക് മെത്തേഡ് ഡിസ്പാച്ച് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ റിയൽ ലൈഫ് അനലോഗി എന്ന് പറയുന്നത്, നമുക്കൊരു റിമോട്ട് ഉണ്ടെന്ന് വിചാരിച്ചു. ആനിമൽ എന്ന് പറഞ്ഞൊരു റിമോട്ട് ഉണ്ട്, ഒരു ടോയ് ഉണ്ടെന്ന് വിചാരിച്ചു. അതിനെ ലേബൽ ചെയ്തിരിക്കുന്ന ആനിമൽ എന്നാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ഡോഗിൻ്റെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, ക്യാറ്റിൻ്റെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ആനിമലിൻ്റെ സൗണ്ടാണോ അവിടെ വരുന്നത്? ഇല്ല, സ്പെസിഫിക് ആയിട്ടുള്ള ഡോഗിൻ്റെ സൗണ്ട് ആയിരിക്കും. അതേപോലെ ക്യാറ്റിൻ്റെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാറ്റിൻ്റെ ഇതായിരിക്കും വരുന്നത്, അല്ലാതെ ആനിമൽ സൗണ്ടാണോ വരുന്നത്? മീൻസ് ആനിമൽ സൗണ്ട്, ഇവിടെ ഒരു സൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചു, ഡോഗിന് ഒരു സൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചു, ക്യാറ്റിന് ഒരു സൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചു. ഈ ആനിമൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആനിമൽ സൗണ്ട് ആണോ വരുന്നത്? അല്ല. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോഗിൻ്റെ സൗണ്ട് വരും അല്ലേ, ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാറ്റിൻ്റെ സൗണ്ട് വരും. അപ്പോൾ നമ്മളൊരു സൗണ്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ബട്ടൺ ആണ് പ്രസ് ആവുന്നത് അല്ലേ, അല്ലാതെ ജനറിക് ആയിട്ടൊരു ആനിമൽ സൗണ്ടാണോ വരുന്നത്? സെയിം റിയൽ ലൈഫ് അനലോഗി ഓർത്താൽ മതി. ഇവിടെയും ജാവ അങ്ങനെയാണ് ചെയ്യുന്നത്, ആക്ച്വൽ ഒബ്ജക്റ്റിനെയാണ് തരുന്നത്, അല്ലാതെ ആനിമൽ സൗണ്ടിലല്ല ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ എന്തുകൊണ്ടാണ് ഇതിനെ അനലോഗ് പോളിമോർഫിസം എന്ന് പറയാൻ കാരണം, സെയിം മെത്തേഡ് യൂസ് ചെയ്യുന്നു അല്ലേ, സെയിം മെത്തേഡ്, സൗണ്ട് എന്ന് പറഞ്ഞാൽ സെയിം മെത്തേഡ് യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ റെഫറൻസ് ഒബ്ജക്റ്റ് അല്ല എടുക്കുന്ന ആക്ച്വൽ ഒബ്ജക്റ്റ്, റെഫറൻസ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ആനിമലിൻ്റെ, അതല്ല എടുക്കുന്ന ആക്ച്വൽ ഒബ്ജക്റ്റാണ് എടുക്കുന്നത്. അത് ഡിസൈഡ് ചെയ്യുന്ന റൺ ടൈമിലാണ്. ഓക്കെ, അത് ഡിസൈഡ് ചെയ്യുന്ന റൺ ടൈമിലാണ്. സോ അതുകൊണ്ടാണ് ഇതിനെ റൺ ടൈം പോളിമോർഫിസം എന്ന് പറയുന്നത്. മെത്തേഡ് ഓവർറൈഡിങ്. മെത്തേഡ് ഓവർറൈഡിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് റൺ ടൈം പോളിമോർഫിസം. ജസ്റ്റ് നമുക്ക് കമ്പാരിസണും കൂടെ നോക്കാം. മെത്തേഡ് ഓവർലോഡിങ്, ഓവർറൈഡിങ്. ടൈപ്പ് ഓഫ് പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കമ്പൈൽ ടൈം പോളിമോർഫിസം. ദിസ് ഇസ് റൺ ടൈം പോളിമോർഫിസം. പിന്നെ മെത്തേഡ് സിഗ്നേച്ചർ എന്ന് പറയുമ്പം സെയിം നെയിം ഡിഫറെൻറ്റ് പാരാമീറ്റർ ആയിരിക്കും. പക്ഷെ ഓവർറൈഡിങ്ങിൻ്റെ കേസിൽ സെയിം നെയിമും സെയിം പാരാമീറ്ററും ആയിരിക്കും. എപ്പോഴാണ് ഇത് റിസോൾവ് ചെയ്യുന്നത്? അറ്റ് കമ്പൈൽ ടൈം. ഇത് റൺ ടൈം, അതുകൊണ്ടാണ് ഇതിനെ റൺ ടൈം പോളിമോർഫിസം എന്ന് പറഞ്ഞത്. അതേപോലെ കമ്പൈൽ ടൈമിലാണ് റിസോൾവ് ചെയ്യുന്നതുകൊണ്ടാണ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത് ഇസ് എ ടൈപ്പ് ഓഫ് കമ്പൈൽ ടൈം പോളിമോർഫിസം. പിന്നെ ഇൻഹെറിറ്റൻസ് ഇതിന് ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ ഇതിന് ഡെഫിനറ്റ്ലി ആവശ്യമുണ്ട് റൈഡിങ്. കാരണം ബേസ് ക്ലാസ്സിലും ചൈൽഡ് ക്ലാസ്സിലും പാരൻറ് ക്ലാസ്സിലും സെയിം മെത്തേഡ് വരുമ്പോഴാണ് ഈ ഓവർ റൈഡിങ് വരുന്നത്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ വേർഷൻസ് ഇൻ വൺ ക്ലാസ് അല്ലേ. ഇവിടെയാണെങ്കിൽ ഡൈനമിക് ബിഹേവിയർ അക്രോസ് ക്ലാസ്സസ്. സോ ഇത്രയാണ് ജസ്റ്റ് ഒരു കമ്പാരിസൺ പോലെ തന്നിട്ടുള്ളത്. ഇത്ര ഓർത്താൽ മതി ടൈപ്പ് ഓഫ് പോളിമോർഫിസം ഏതൊക്കെയാണ്. കമ്പൈൽ ടൈം ഉണ്ട്, റൺ ടൈം ഉണ്ട്. കമ്പൈൽ ടൈമിൻ്റെ എക്സാമ്പിളാണ് മെത്തേഡ് ഓവർലോഡിങ്, റൺ ടൈം മെത്തേഡ് ഓവർ റൈഡിങ്. സെയിം നെയിം ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്. ഓവർ റൈഡിങ് എന്ന് പറയുമ്പോൾ സെയിം നെയിം സെയിം പാരാമീറ്റർ ഓർത്താൽ മതി. ബേസ് ക്ലാസ്സിലും നമ്മുടെ പാരൻറ് ക്ലാസ്സിലും ചൈൽഡ് ക്ലാസ്സിലും സെയിം മെത്തേഡ് വരുവാണെങ്കിൽ, സെയിം മെത്തേഡ് വരുന്ന കണ്ടീഷനിൽ മെത്തേഡ് ഓവർ റൈഡിങ് ഉള്ളൂ. സെയിം നെയിം ഉള്ള ഒരു മെത്തേഡ് വരുവാണെങ്കിൽ ചൈൽഡ് ക്ലാസ്സിൻ്റെ അകത്തുള്ള മെത്തേഡിനെയാണ് ഇൻവോക്ക് ചെയ്യുന്നത്. ഈവൻ ദോ പാരൻറ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നതും കൂടെ ചൈൽഡ് ക്ലാസ്സിൻ്റെ അകത്തുള്ള മെത്തേഡിനെയാണ് ഇൻവോക്ക് ചെയ്യുന്നത്, ഓവർ റൈഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു.